6ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുമ്പോൾ ഞങ്ങളുടെ പ്രധാന മാഷ് കണാരൻ മാഷ് ചോദിക്കുമായിരുന്നു, നിങ്ങൾക്ക് വലുതാകുമ്പോൾ ആരാകണമെന്ന്. ഓരോ കുട്ടികൾ പറഞ്ഞു അവർക്ക് ഡോക്ടറാവണം, എഞ്ചിനീയർ ആവണം, ജഡ്ജി ആവണം. പക്ഷേ ഞാൻ പറഞ്ഞു എനിക്ക് കറ തീർന്നൊരു പൊതുപ്രവർത്തകനാകണമെന്ന്. അത് ഞാനിപ്പോൾ ആയി. അതിൻ്റെ ആത്മസംതൃപ്തിയിലാണ് ഞാനിപ്പോൾ. ഇവിടുത്തെ പുല്ലിനും പൂവിനും പൂമ്പാറ്റയ്ക്കും അറിയാം ഈ ക്ലീറ്റസ് മത്തായിയുടെ പ്രവർത്തനങ്ങൾ. അതുവരെ കലക്കി. ഇനി ബാക്കി മരണം വരെയും കറകളഞ്ഞ ഒരു പൊതുപ്രവർത്തകനായി തന്നെ ഇതാണ് ക്ലീറ്റ പ്രസംഗിക്കാൻ പോകുന്നത്. ജീവിക്കണമെന്ന ആൾക്കാർ കൂകും. കറ കളഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ പോയി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയ്യോ എന്നല്ല, ആൾക്കാര് കേട്ട് കൂവും അല്ലേ? എനിക്ക് തന്നെ കേട്ടിട്ട് ചിരിവനെ. നിങ്ങളുമായിട്ട് ഒരു ബന്ധമില്ല. അതിനകത്ത് വീണെങ്കിൽ അത് മുണ്ടെടുത്തങ്ങ് തുടക്കി. നിനക്ക് വേറെ എങ്ങും സ്ഥലം കിട്ടിയില്ല അല്ലേ? ഞാൻ ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം ചെയ്തോണ്ടിരിക്കല്ലേ തങ്കം. അപ്പൊ ഇത് പ്രധാനപ്പെട്ടതല്ലേ? ഇതാണ് കൂടുതൽ പ്രധാനപ്പെട്ടത്. ഇത് വേവിച്ചാലേ തിന്നാൻ പറ്റുള്ളൂ. ഇതുകൊണ്ട് ഒരു കാര്യവും ഇല്ല. അതെ, ഇതൊക്കെ വേവിക്കാനാണ് അടുക്കളയിൽ നിന്ന് പറഞ്ഞിട്ടൊരു സ്ഥലം ഉണ്ടാക്കിയിട്ടേക്കുന്നത്. അവിടെ ഇരുന്ന് ഉണ്ടാക്കണതല്ല. ഞാൻ ഇവിടെ ഇരുന്നാണ് എല്ലാ ദിവസവും കറിക്കരിയുന്നത്. നിങ്ങൾക്ക് ഇത് എഴുതാൻ നിങ്ങൾ പാർട്ടി ഓഫീസോ എവിടെയാന്ന് വെച്ചാ പോ. ഞാൻ വേറെ ഓഫീസ് എടുക്കണുണ്ട്. ഞാൻ അതിനെ കുറിച്ച് ആലോചിക്കണം. ആലോചിക്കാനൊന്നുമില്ല, വേഗം പൊക്കോ. അതാകുമ്പോ തിന്നു കുടിച്ച് അവിടെ തന്നെ അങ്ങ് കിടക്കാം. ഒരു കാര്യം അന്വേഷിക്കണ്ടല്ലോ. എന്ത് കോ നിനക്കപ്പോ അത്രയും സ്വസ്ഥതയും സമാധാനവും സന്തോഷമാവുമല്ലോ അല്ലേ ഞാൻ ഇവിടെ നിന്ന് മാറുമ്പോ? അതെ, മാറുമ്പോ നിനക്കിപ്പോ എന്താ ഇവിടുത്തെ പ്രശ്നം? എനിക്ക് കുറെ പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾ പരിഹരിക്കുവോ? നിങ്ങൾക്കല്ലെങ്കിലും അത് മാത്രമേ പ്രധാനമുള്ളൂ. വേറെ ഒരു കാര്യവും എന്നെ സംബന്ധിച്ച് ഇപ്പൊ എനിക്ക് ഇതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രശ്നം. ഒരിടത്ത് പ്രസംഗിക്കാനുള്ളതാണ് സ്കൂളിലെ പിള്ളേരെ മുമ്പിൽ. നിങ്ങൾ പ്രസംഗിക്കാൻ വരട്ടെ. എന്റെ പ്രസംഗം കുറച്ചു നേരം നിങ്ങൾ കേൾക്കിനി. നിന്റെ അധിക പ്രസംഗം ഞാൻ കുറെ നാളുകൊണ്ട് കേൾക്കല്ലേ. ഇനി എന്ത് കേൾക്കാൻ? ക്ലീറ്റോ അതൊന്ന് അടച്ചു. എനിക്ക് ചെവി കേൾക്കാം. ഒരു കാര്യം എഴുതി എന്റെ മൂഡ് കളയാനായിട്ടും. ഒരു കാര്യമുള്ള കാര്യം പറയുമ്പോ നിങ്ങളുടെ മൂഡ് ഇത് എങ്ങനെ പോകുന്നു? ഞങ്ങൾക്കൊന്നും മൂഡ് പോണില്ലല്ലോ. എന്താ നിനക്കിപ്പോ പറയാൻ? പറയാങ്ങോട്ട്. അവന് സസ്പെൻഷനായിട്ട് എത്ര നാളായി? നിനക്കറിഞ്ഞൂടാ എത്ര നാളായി? എനിക്കറിഞ്ഞൂടാ. നിങ്ങൾ നിനക്ക് അറിഞ്ഞൂടാ. ഏതാണ്ട് ഇപ്പൊ 2 ആഴ്ച കൂടുതലായി. ആയല്ലോ. അത് നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ ഈ നേരം വരെ ചെറുക്കൻ്റെ അടുത്ത് പോയെന്ന് സംസാരിച്ചോ? അത് ഞാൻ സംസാരിച്ചാൽ പോരാ. അവൻ്റെ സ്വഭാവം നല്ലതായിരിക്കണം, എങ്കിലേ ഈ സസ്പെൻഷനൊക്കെ ഒഴിവാകൂ. പിന്നെ ഇവനോട് ഞാൻ എങ്ങനെ സംസാരിക്കും? എൻ്റെ മുഖത്ത് നോക്കൂല. എന്നെ കാണുമ്പോൾ അവൻ കടിച്ച് തിന്നാനുള്ള ഇതിൽ നടക്കണമെന്ന് ഞാൻ വിഷമം കൊണ്ട് അത് നിങ്ങൾക്ക് അറിയാൻ പാടില്ലേ? അതുകൊണ്ട് ഞാനിപ്പോൾ അവൻ്റെ കാല് പിടിക്കണോ, ഇന്ന് തൊഴുതു നിൽക്കണോ? നീ എന്നോട് സംസാരിക്കുന്നു. നിങ്ങൾ അവനോട് മിണ്ടണ്ട. നിങ്ങൾ ഭയങ്കര കറകളഞ്ഞ രാഷ്ട്രീയക്കാരനാണല്ലോ. ഇവിടുത്തെ പുല്ലിനും പൂവിനൊക്കെ അറിയാം. കുറെ അറിയാം. നിങ്ങൾക്ക് ഒരുപാട് പിടിയുണ്ടെന്ന് പറഞ്ഞല്ലോ. ആരോടെങ്കിലും ഒന്ന് ചെന്ന് നിങ്ങൾക്ക് അവൻ്റെ സസ്പെൻഷൻ്റെ കാര്യം ഒന്ന് ശരിയാക്കാൻ പാടില്ലേ? അത് ചെയ്യാത്ത എന്തേ നിങ്ങൾ? എടി, ഞാൻ അവനോട് എപ്പോഴും പറയണ കാര്യമാണ്, കളിക്കുമ്പോൾ ആളും തരവും കണ്ട് കളിക്കണമെന്ന്. അത് കളിക്കാത്ത തന്നെയാണ് ഇപ്പോൾ അവനെ കളി പഠിപ്പിച്ചതാണ് വീട്ടിൽ ഇരിക്കുന്നത്. തരകൻ സാറിൻ്റെ പ്രശ്നത്തിൽ ചെന്ന് ഇടപെട്ടോണ്ടല്ലേ തന്നെ. അതുകൊണ്ടല്ലേ ഇതുണ്ടായത്. ഞാൻ ഡൽഹിയിൽ പോയ സമയം ഈ സംഭവം അവിടെ നടന്നു. ഇല്ലെങ്കിൽ ഞാൻ ഓരോ ദിവസവും അവനെ ഉപദേശിച്ചുകൊണ്ടിരുന്നതാണ്. നിങ്ങളുടെ കണ്ണ് കാണുമ്പോൾ അറിയാം ഇതിനകത്ത് നിങ്ങൾക്ക് പങ്കുണ്ട്. എൻ്റെ കണ്ണിന് എന്ത് കുഴപ്പം? ഇത് ജന്മന ഇങ്ങനെ തന്നെയാണ്. ജന്മന ഇങ്ങനെയായിരിക്കും, പക്ഷെ നോണ പറയുമ്പോൾ അതൊന്നും കൂടി മുഴിയും. നിങ്ങൾ എന്താ ചെയ്തത്? ഈ തരകൻ സാറിനെ കൊണ്ട് നിങ്ങൾ ഇടങ്കോലിട്ടിട്ടല്ലേ അവന് സസ്പെൻഷൻ മേടിച്ചു കൊടുത്തത് അല്ലേ? പറയടി, നീയും കൂടെ പറയടി. നീ പറഞ്ഞു നീ അങ്ങനെ ആക്കടി. ആണടി. ഞാൻ മാത്രമല്ല, ഞങ്ങളൊരു ടീമായിട്ടായിരുന്നു. ഞാനും എൻ്റെ ഇളയ മോൻ തക്കിടും, പിന്നെ മൂത്ത മോളെ വിളിച്ചു. പക്ഷെ അവക്കെന്തോ ഒരു പരീക്ഷയുണ്ട്, അവള് വന്നില്ല. പിന്നെ എൻ്റെ അപ്പനുണ്ടല്ലോ, അപ്പനും ഞാനും ഞങ്ങൾ മോനും ഞങ്ങളെല്ലാം കൂടെ ചേർന്നാണ് നിന്റെ ആങ്ങളയ്ക്ക് സസ്പെൻഷൻ വാങ്ങിച്ചു കൊടുത്തത്. നിനക്കിപ്പോൾ സമാധാനമായ? എടി, 10-15 കൊല്ലം എൻ്റെ കൂടെ ജീവിച്ചിട്ട് എനിക്ക് എന്തൊക്കെ പറ്റും, എനിക്ക് എന്തൊക്കെ പറ്റൂല എന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത നീ ഭാര്യയാണ് ഭാര്യ.